പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വചന പഠനത്തിൽ സെക്കൻഡ് സാമുവേൽ നാം എത്തി നിൽക്കുന്നത് ഏറ്റവും ഡ്രമാറ്റിക്കായിട്ടുള്ള ഒരു രംഗത്താണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തുടങ്ങി വെക്കുകയുണ്ടായി. ദാവീദിൻ്റെ ആ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്നും പരാജയത്തിൻ്റെ അങ്ങ് താഴ്വരയിലേക്ക് പതിക്കുന്ന ആ വലിയ പതനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ലോകചരിത്രത്തിൽ ഇങ്ങനെയുള്ള വലിയ ഭരണാധികാരികൾക്കുള്ള ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ പലതും ലൈംഗിക അധപ്പതനത്തോട് ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. മാർക്ക് ആൻ്റണിയുടെ കാര്യം ഒക്കെ വളരെ പ്രശസ്തമാണല്ലോ. ക്ലെയോപാട്രയുടെ സൗന്ദര്യം കണ്ട പിറകെ പോയില്ലായിരുന്നുവെങ്കിൽ ജൂലിയസ് സീസറിന് മുമ്പിൽ നിൽക്കുമായിരുന്ന ആളായിരുന്നു മാർക്ക് ആൻ്റണി, നമുക്കറിയാം. തുടർന്ന് ഈ ലോക ചരിത്രത്തിൽ നമുക്കറിയാം പല അധപ്പതനങ്ങളും മുന്നേറ്റി നിൽക്കുന്നത് അവിടെ തന്നെയാണ്. രാഷ്ട്രീയ രംഗത്ത് വലിയ ആയുധമായിട്ട് ഉപയോഗിക്കുന്നതും സഭയുടെ രംഗത്ത് പോലും ഉന്നതരായ വ്യക്തികളെ രാജപദം ചെയ്ത് ഉപയോഗിക്കുന്നതും ഈ ലൈംഗിക കുറ്റകൃത്യങ്ങൾ, അതിൻ്റെ ആക്ഷേപങ്ങളാണ് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സഭ ഇക്കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റായ നിലപാടുകളെടുത്തതുകൊണ്ട് അതുതന്നെ എടുത്ത് സഭയ്ക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന ചില സാഹചര്യങ്ങളും ഞങ്ങൾ കാണുകയുണ്ടായി. എന്നാൽ മനുഷ്യൻ്റെ ജന്മനായുള്ള ഒരു ആഭിമുഖ്യമാണിത്. ഈ ലൈംഗിക അധപ്പതനത്തേക്കുള്ള ആഭിമുഖ്യം എന്നുള്ളത് ഉൾക്കൊള്ളുകയാണെങ്കിൽ ദാവീദിനെ പോലെ അനുതപിച്ച് തൻ്റെ തെറ്റും കുറ്റം ഏറ്റുപറഞ്ഞ് ദൈവാത്മാവിലേക്ക് തിരിച്ചു വരുവാനുള്ള ഉൾപ്രേരണയാണ് ഉണ്ടാവേണ്ടത്. പലപ്പോഴും നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് ആളുകളെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് മുതലെടുക്കാൻ ശ്രമിക്കണം. അതാണല്ലോ തൊട്ടടുത്ത സാഹചര്യങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ലൈംഗിക വീഴ്ചയുടെ പരാജയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് എടുത്ത് കാട്ടിക്കൊണ്ട് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ തന്നെയും അവർക്ക് നേരെ വിരൽ ചൂണ്ടുന്ന വലിയ ആരോപണമാണിതെന്നും ഒരു വിരൽ മറ്റുള്ളവന് വേണ്ടി ചൂണ്ടുമ്പോൾ 4 വിരൽ നമുക്കെതിരെ നീങ്ങുന്നൊന്നും കാര്യമൊന്നും അറിയാതെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഇത് എടുത്ത് ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഇത് നമുക്ക് കൺമുമ്പിൽ ഈ ദിനങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ദാവീദിൻ്റെ അധപ്പതനത്തിൻ്റെ അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിൻ്റേതായ വലിയ രഹസ്യം നമുക്ക് മാതൃകയായിട്ട് നിൽക്കുക. വാസ്തവത്തിൽ അവിടെ നാം കാണുന്നത് അദ്ദേഹം എല്ലാം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു. മറ്റാരെയും പോലെ തനിക്ക് വലിയ ആവേശം തോന്നിയ ബത്ശേബയുടെ സൗന്ദര്യത്തിൽ ആവേശം തോന്നി അവളെ പ്രാപിച്ചു. അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയെങ്കിലും മറച്ചു വയ്ക്കണം, തൻ്റേതല്ല എന്ന് വരുത്തി തീർക്കണം. നാടകങ്ങൾ ഡി എൻ എ ടെസ്റ്റ് എപ്പോഴും പറയുന്നുണ്ടല്ലോ. അപ്പോൾ മറച്ചു വയ്ക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ചെയ്തതെന്താണ്, അവളുടെ ഭർത്താവിനെ യുദ്ധനിരയിൽ നിന്ന് തിരിച്ചു വിളിച്ചു. എവിടെയാണ് യുദ്ധനിര എന്ന് നമ്മൾ പറയുന്ന അമ്മാൻ എന്ന സ്ഥലമാണ്, അമ്മോന്യരുടെ സ്ഥലത്താണ്. അവിടെയാണ് യുദ്ധം നടക്കുന്നത്. ആ സ്ഥലം, ആ ടെറിട്ടറി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ആത്മാർത്ഥതയോടെ രാജ്യസേവനം ചെയ്യുന്ന പട്ടാളക്കാരനെ തിരിച്ചു വിളിച്ചുകൊണ്ട് അവനെ ഭയങ്കരമായ രീതിയിൽ സദ്യയൊക്കെ നൽകി അവനെ ലഹരിക്കടിപ്പെടുത്തിയിട്ട് വീട്ടിൽ പറഞ്ഞയക്കുന്ന സീനാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ അവൻ്റെ രാജഭക്തി, രാജ്യത്തുള്ള സ്നേഹം, അങ്ങനെ ഭാര്യയോടെ പോയി ശ്രമിക്കാൻ പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട് പ്രത്യേകമായും. അങ്ങനെയുള്ള സാഹചര്യ യുദ്ധത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ സ്ത്രീയിൽ നിന്ന് വിറ്റു നിൽക്കണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് പോലെ രാജാവ് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പോകാതെ ഒരു ദിവസം പോയില്ല, 2-ാം ദിവസവും പോയില്ല. അപ്പോൾ തൻ്റെ പ്ലാനെല്ലാം പൊളിയും എന്ന് പറഞ്ഞ മനസ്സുകൊണ്ട് അദ്ദേഹം അടുത്ത ക്രൂരതയിലേക്ക് നടക്കുകയാണ് ഉണ്ടായി. അത് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. എന്താ ചെയ്യുന്നത്? ഈ ആളിനങ്ങ് തട്ടിക്കളയാം. രാജാവാണല്ലോ, ആര് ചോദിക്കാനാണ്? സൈന്യാധിപൻ തൻ്റെ പെങ്ങളുടെ മകനാണ് യോവാബാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു കത്ത് കൊടുത്തു വിടുക, ഊറിയ രാജാവിൻ്റെ കൽപ്പനയുമായിട്ട് പോവുക. പാവം അറിയുന്നില്ല തന്നെ വധിക്കാനുള്ള കൽപ്പനയാണ് അത് എന്നറിയുന്നില്ല. എന്നിട്ട് പോയിട്ടെന്താ സംഭവിച്ചത്? കത്തിൽ പറഞ്ഞിരിക്കുന്ന യുദ്ധത്തിൻ്റെ മുൻനിരയിൽ നിർത്തിയിട്ട് ശത്രുക്കളുടെ വാളുകൊണ്ട് വെട്ടുകൊണ്ട് മരിക്കത്തക്ക രീതിയിൽ ബാക്കിയുള്ളവരൊക്കെ പിന്മാറിയേക്കാനാണ് പറയുന്നത്. അങ്ങനെ തന്നെ അവർ ചെയ്തു. ഊറിയ മരിച്ചു. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുന്നത്?
ബത്ശേബയെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ വലിയ കരുണ. ഇത്രയും വിധവകളുടെ സംരക്ഷണം നടത്തുന്ന ഒരു രാജാവ് എവിടെയായിരിക്കുന്നത്? പ്രശസ്തമായ രീതിയിൽ മുമ്പോട്ട് പോയി വിളിച്ച് കൊട്ടാരത്തിലാക്കി തൻ്റെ ഭാര്യയാക്കി. ഇതാണ് നടക്കുന്ന കാര്യം. പുറമേ അറിയേണ്ട കാര്യം ഇത് തന്നെയാണ്. പക്ഷെ ഉള്ള അന്തരംഗം അതെന്താണ്? അന്തരംഗം കർത്താവിൻ്റെ കൽപ്പനയുടെ ലംഘനമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് കർത്താവ് കാണുന്നു, മറ്റാരും കാണുന്നില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രവൃത്തികളൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നീതീകരിക്കുകയും അവിടെ ഉള്ളിൽ നമ്മൾ ഏതെങ്കിലും മറച്ചു വയ്ക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ കർത്താവ് അറിയുന്നില്ല എന്ന് വിചാരിക്കരുത്. കർത്താവ് എല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കും. പലപ്പോഴും നമ്മൾ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണിത്. നമ്മൾ ഓരോ പേരുടെയും വ്യക്തികളുടെ വ്യക്തി ജീവിതം എടുത്ത് നോക്കി കഴിയുമ്പോൾ അത് അവനവന് തന്നെ അറിയാൻ പറ്റുള്ളൂ, മറ്റാർക്കും അറിയാൻ പറ്റില്ല അവനവൻ്റെ ജീവിതത്തിൻ്റെ പാളിച്ചകൾ എന്തൊക്കെയാണ് എന്ന്. ആ പാളിച്ചകൾ കർത്താവ് കണ്ടു എന്ന് മനസ്സിലാക്കിയാൽ അനുദപിച്ച് മറ്റൊരു നവ്യമായ ജീവിതത്തേക്ക് തിരിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതെവിടെയാണ് ദാവീദിൻ്റെ മാതൃക എന്ന് നാം പറയും. ഇവിടെ എന്നാ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുന്നത് നാത്താൻ എന്ന് പറഞ്ഞ പ്രവാചകനിലൂടെയാണ്. നാത്താൻ പ്രവാചകൻ രാജാവിൻ്റെ ഉദ്യോഗസ്ഥനാണ്. രാജാവിൻ്റെ നന്മയിലേക്ക് നയിക്കാനുള്ള ആളാണ്. രാജാവിന് നന്മയെ പ്രകീർത്തിക്കാനും അദ്ദേഹത്തിന് ആത്മധൈര്യം കൊടുക്കാനുള്ള ആളാണ്. സ്വാഭാവികമായിട്ടും രാജാവിൻ്റെ പ്രവാചകൻ രാജപ്രവർത്തനങ്ങളൊക്കെ എടുത്ത് പ്രശംസിച്ച് പറയുകയുള്ളൂ. ഇവിടെ സംഭവിക്കുന്ന നേരെ തിരിച്ചാണ്. അദ്ദേഹം ഉള്ളിൽ തട്ടി, ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ തട്ടി, രാജാവ് ചെയ്ത അതിഹീനമായ പ്രവൃത്തി 3 മാരകമായ പാപങ്ങളാണ്. ഒന്ന് വ്യഭിചാരം, രണ്ടാമത്തേത് അത് മറച്ചു വയ്ക്കാനുള്ള തത്രപ്പാടിൽ അവനെ പ്രലോഭിപ്പിക്കുന്നത്, മൂന്നാമത്തെ അവസാനം അവനെ വധിക്കുന്ന കൊലപാതകം. ഇത്രയും വലിയ ഗൗരവമായി തെറ്റ് ചെയ്തിട്ട് അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നീതിമാനായിട്ട് വ്യാപരിക്കുന്നിടത്തേക്ക് പ്രവാചകൻ കടന്നു ചെല്ലുന്നു. ഇത്ര മനോഹരമായ നാടകീയമായ രംഗമാണ്. 4 വാക്യങ്ങളെ അദ്ദേഹം ഉപയോഗിക്കുന്നുള്ളൂ. ഗുരു എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്ലാദപൂർവ്വം സന്തോഷപൂർവ്വം ഈ പ്രവാചകനെ സ്വീകരിച്ചിരുത്തുന്നു. ഭക്തനാണ് ദാവീദ്. ദൈവത്തിൻ്റെ പ്രവാചകനെ എപ്പോഴും ആത്മാർത്ഥതയോടും സന്തോഷത്തോടും സ്വീകരിക്കും. സ്വീകരിച്ചിരുത്തി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് 2 പേരുണ്ടായിരുന്നു, 2 മനുഷ്യരുണ്ടായിരുന്നു എന്നാണ് പറയുക. ആ 2 മനുഷ്യരിൽ ഒരാൾ വലിയ ധനികനായിരുന്നു. ധാരാളം ആടുമാടുകൾ. തൊട്ടടുത്തൊരു പാവപ്പെട്ടവനുണ്ടായിരുന്നു. ഒരു പെണ്ണാട് മാത്രമേ ഉണ്ടായിരുന്നു. ബത്ശേബയെ നെള്ളിക്കത്ത രീതിയിലുള്ള പ്രതിഫലനങ്ങൾ അവിടെ വരുന്നത് മുഴുവൻ അവൻ എൻ്റെ കൂടെ ഭക്ഷണിക്കുകയും തൻ്റെ പാത്രം നിന്ന് ഭക്ഷിക്കുകയും ചെയ്തിരുന്ന ഈ ആട് തൻ്റെ മടിയിൽ കിടത്തി ഉറക്കുകയൊക്കെ ചെയ്യും. വാസ്തവത്തിൽ അതിൻ്റെ പിമ്പിൽ കിടക്കുന്ന ബത്ശേബായുള്ള വൈവാഹിക ബന്ധത്തിൻ്റെ മധുരമയാണ്, ഊറിയായാണ് പ്രതിഫലിക്കും. അപ്പോൾ ഒരു യാത്രക്കാരൻ വരികയാണ്, വിരുന്നുകാരൻ വരികയാണ്. ധനവാൻ്റെ വീട്ടിൽ വിരുന്നുകാരൻ വന്നപ്പോൾ ആ ധാരാളമുള്ള ആടുമാടുകളിൽ നിന്ന് ഒരെണ്ണത്തെ പോലും എടുക്കാറ്. രാജകൊട്ടാരത്തിൽ ഉപനാരികളും ഭാര്യമാരുമായിട്ട് രാജാവിന് ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് സാവൂളിൽ നിന്ന് അധികാരം തിരിച്ചെത്തിയപ്പോൾ അതിൻ്റെ അന്നത്തെ നീതി അനുസരിച്ചും ഇന്നത്തെ രീതി അനുസരിച്ചും ഒരു രാജാവ് പിൻവാങ്ങിക്കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത രാജാവിനും ആദ്യത്തെ രാജാവിൻ്റെ മുഴുവൻ സ്വന്തമാക്കുകയാണ്, ഭാര്യമാരെ പോലും. അങ്ങനെയാണ് അവിടുത്തെ അന്നത്തെ നീതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര പേരുണ്ട്? 100 കണക്കുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ആ ആടുമാടുകളിൽ നിന്ന് ഒരെണ്ണത്തെ പോലും എടുക്കാതെ പാവപ്പെട്ടവൻ്റെ പെണ്ണാടിനെ പിടിച്ച് കൊന്ന് വിരുന്നൊരുക്കി എന്ന് പറയുമ്പോൾ കിടിലം കൊള്ളുക. രാജാവിന് സഹിക്കാൻ പറ്റാത്ത, അത് അറിയുന്നില്ല, തനിക്കെതിരെയാ നീങ്ങണമെന്നും അറിയുന്നില്ല. മറ്റുള്ളവരെക്കുറിച്ച് വിധി പറയാൻ നമുക്ക് വളരെ എളുപ്പമുണ്ട്. അത് നമുക്കിട്ടാണ് കൊള്ളുന്നതെന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയില്ല. എടുത്തു ചാടി പെട്ടെന്ന് വിധി പ്രസ്താവിച്ച ആ നിശ്ചയം ആ മനുഷ്യൻ മരണത്തിന് അർഹനാണ്. വാസ്തവത്തിൽ ഒരു ആടിനെ കൊന്നതുകൊണ്ട് മരണശിക്ഷയൊന്നും നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. ഒരാടിനെ കൊന്നാൽ 4 ആടിനെ തിരിച്ചു കൊടുക്കണം എന്നുള്ള അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ പെട്ടെന്ന് വികാരാധീനനായി ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് കരുണയുടെ പ്രവർത്തനം മൂലമായി തനിക്കെതിരെ തന്നെ നീങ്ങാൻ പോകുന്നു അറിയാതെ തന്നെ ആ മനുഷ്യൻ മരണത്തിന് അർഹനാകുന്നു എന്ന് വിധി പ്രസ്താവിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രവാചകൻ ഒരു കൂസലുമില്ലാതെ മുഖത്ത് നോക്കിയിട്ട് സധൈര്യം ശക്തമായിട്ട് പറയുകയാണ്, ആ മനുഷ്യൻ നീ തന്നെ. ഇതാണ് വാസ്തവത്തിൽ എന്തുമാത്രം വിചിന്തനത്തിന് വിധേയമായൊരു സംഭവമാണ്. അപ്പം അവിടെ ഈ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പ്രവാചകൻ കടന്നു വരുന്നു, ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം അദ്ദേഹം എന്താ ചെയ്യുന്നത്? ആ പ്രതികരണത്തിലാണ് നമുക്ക് പ്രധാനപ്പെട്ട സന്ദേശം നിലനിൽക്കുന്നത്.
ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന രാജാവെന്ന് നാം പറഞ്ഞ് പഠിച്ചിട്ടുള്ള ആ രാജാവിൻ്റെ പിന്നെയുള്ള പ്രതികരണമാണ് മാതൃകാപരമായിരിക്കും. രണ്ട് തരത്തിൽ പ്രതികരിക്കാം. വേണമെങ്കിൽ പെട്ടെന്ന് ക്ഷുഭിതനായി പെട്ടെന്ന് ആരെവിടെയെന്ന് വിളിച്ച് ഈ പ്രവാചകൻ്റെ തല ഒരു താലത്തിലെടുത്ത് ഇങ്ങനെ കൊണ്ടുവരാൻ പറയാം. യോഹന്നാൻ്റെ ആ തല വെട്ടിയെടുത്തതുപോലെ തന്നെ പറയാവുന്നത്. അതിനുള്ള അധികാരമുണ്ട്. ആരും ചോദ്യം ചെയ്യില്ല. അവിടെ ഒന്നും രാജാവിനെതിരായിട്ട് ആരും ശബ്ദിക്കുകയില്ല. പക്ഷെ അതിനെ ഹൃദയത്തിലേക്ക് ദൈവവചനം ചെന്ന് കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ ഹൃദയം ഇളകി. കാരണം ദൈവസന്നിധിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മറച്ചു വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ആകെപ്പാടെ വിഷമിച്ചിട്ട് എന്തായിരുന്നു, അദ്ദേഹം ആ പ്രവാചകൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് കാലിന്മേ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞപേക്ഷിക്കുന്നു എന്നുള്ളതാണ് കാണുന്ന ചിത്രം. 51 സങ്കീർത്തനം അതല്ലേ? ധ്യാനിച്ചു നോക്കൂ. നമ്മൾ എത്രമാത്രം ധ്യാനിച്ചാലും അതിൻ്റെ ആഴങ്ങളിലേക്ക് മുഴുവൻ ചെല്ലാൻ പറ്റിയില്ല. എൻ്റെ ദൈവമേ, എൻ്റെ പാപങ്ങൾ എൻ്റെ കൺമുമ്പിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന രാജാവ്. നിന്റെ പരിശുദ്ധാത്മാവിനെ എടുത്ത് കളയരുത് എന്ന് പറയുന്ന കരയുന്ന പാടാണ്. സോപ്പാടനെ തളിക്കണമേ, ഞാൻ ശുദ്ധിയുള്ളവനാകട്ടെ എന്ന് പറയുന്ന രാജാവ്. ഇതാണ് മാതൃകാപരമായിട്ടുള്ള അനുതാപത്തിലേക്ക് തിരിച്ചു. അപ്പം 3 ഘട്ടങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തത് ഉപമയുടെ ഘട്ടമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഘട്ടങ്ങൾ വരുമല്ലോ. ചില സാഹചര്യം നമ്മൾ സ്പർശിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ചില പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ, ചില വചനപ്രഘോഷങ്ങൾ കേൾക്കുമ്പോൾ നമുക്കിട്ട് കൊള്ളുന്നതാണെന്ന് നമുക്ക് തോന്നിയാൽ തന്നെയും പെട്ടെന്ന് നമ്മൾ അതങ്ങനെ മറച്ചു വെച്ചിട്ട് നമ്മുടെ ചിന്തകൾ മറുവഴിക്ക് തിരിച്ചുവിടുകയല്ലേ പതിവ്. ഇവിടെ നേരെ തിരിച്ച വചനം വന്ന് പതിക്കുന്നിടത്ത് അതിനനുസൃതമായ ഹൃദയ രൂപാന്തരീകരണം ഉണ്ടാകേണ്ടതാണ്. അത് ഉണ്ടാകാൻ നാം ശ്രദ്ധിക്കേണ്ടതുമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ഘട്ടം അതാണ്. ആ ഉപമ, ആ സംഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുന്ന 2ാം ഘട്ടം എന്ന് പറയും. 2ാം ഘട്ടത്തിൽ ഈ പ്രവാചകൻ അർത്ഥം വ്യാഖ്യാനിക്കുമ്പോൾ വളരെ കഠിനമായ രീതിയിലാണ്. അതായത്, നീ ഇത് രഹസ്യമായിട്ട് ചെയ്തില്ലേ? നീ പട്ടാളക്കാരനായ ഊറിയായും വാളിൻ്റെ വെട്ടുകൊണ്ട് മരിക്കത്തക്ക രീതിയിൽ നീ യുദ്ധത്തിന് മുന്നണിയിൽ നിർത്തി അവനെ കൊല്ലിച്ചില്ലേ? അപ്പോൾ വളരെ കൃത്യമായിട്ട് അത് എടുത്തെടുത്ത് പറയുക. എന്താണെന്ന് വെച്ചാൽ പറയുന്ന ഓരോ കാര്യത്തിലും ആ ഉപമയ്ക്കകത്ത് വളരെ ചെറിയ കാര്യമാണെങ്കിൽ പോലും ആ ഉപമയ്ക്ക് ഒരുപാട് അർത്ഥമുണ്ട്. നമുക്കത് കർത്താവിൻ്റെ ഉപമകൾ അങ്ങനെ തന്നെയാണല്ലോ, നമുക്ക് തന്നെ ധാരാളമായിട്ട് അറിയാവുന്നതാണ്. എന്തായാലും ശരി, ആ ഉപമയിലൂടെ അത് വ്യാഖ്യാനിക്കുക 2ാം ഘട്ടം. 3ാം ഘട്ടത്തിൽ വരുന്നതാണ് പാപസങ്കീർത്തനങ്ങൾ. പാപസങ്കീർത്തനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആവിഷ്കാരം എന്ന് പറയുന്നത് അതാണ് നമ്മളിന്ന് ധ്യാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവവചനം കേൾക്കുമ്പോൾ സാധാരണ പഠിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളത് കേൾക്കുന്നത്. നമ്മൾ കേൾക്കുന്നത് ഹൃദയ പരിവർത്തനത്തിനായിട്ടാണ്. നമ്മൾ പാപികളാണെന്നുള്ള അവബോധം നമുക്ക് വേണം എപ്പോഴും. നമ്മളാരും നീതിമാന്മാരായിട്ടില്ല. നീതിമാനായിട്ട് ഒരാളെ ഉള്ളൂ, അത് ഈശോ മിശിഹായാണ്. നമ്മളെത്ര പുണ്യവാനാണെന്ന് പറഞ്ഞാലും ശരി, കുറവുകളുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാളിച്ചകളെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ ഹൃദയശുദ്ധീകരണത്തിനായിട്ട് ഈ വചനഭാഗം നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉപമകൾ, ധാരാളം ഉപമകൾ വേറെ നമുക്ക് കർത്താവിനെ കേട്ടുള്ളതാണല്ലോ. ധാരാളമായി കർത്താവിനെ പറഞ്ഞ് പഠിപ്പിച്ചുള്ള ധാരാളം ഉപമകൾ ഉണ്ടല്ലോ. എന്നെല്ലാം മനോഹരമായ ആ മുന്തിരിത്തോട്ടത്തിന് പോവാം. ഈശോ പറഞ്ഞതല്ലേ, മത്തായിയുടെ സുവിശേഷത്തിന് 22 അധ്യായം 33-46 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. അത് കേൾക്കുന്ന അറിയത്തില്ല അവനിട്ടാ കൊള്ളുന്നതെന്ന്. കൃഷിക്കാരൻ മനോഹരമായിട്ട് മുന്തിരിത്തോപ്പം വെച്ച് പിടിപ്പിച്ചിട്ട് അതിന് വളമൊഴിച്ച് നോക്കിയ ദൈവത്തിൻ്റെ സ്നേഹമാണ്. അതിന് വേലി കെട്ടി ഭംഗിയായ രീതി ക്രമീകരണം എല്ലാം നടത്തിയതിന് ശേഷം വേലക്കാരെ ഏൽപ്പിച്ചിട്ട് ദൂരയാത്രയ്ക്ക് പോയി. വളരെ കറക്റ്റായിട്ട് കേൾക്കുന്നതുകൊണ്ട് ചങ്ങനിട്ട് കൊള്ളുന്നതാണ്. അതാരാണ് കൃഷിക്കാരെന്നുള്ള കൃത്യമായിട്ട് നമുക്കറിയാം. മുന്തിരിത്തോപ്പം എന്നാൽ അതെന്താണെന്നും അറിയാം. അതിൻ്റെ വിളവെടുക്കാൻ വന്നപ്പോൾ ആളിനെ വിട്ടപ്പോൾ അവനെല്ലാം തല്ലി ഓടിച്ചു ആൾക്കാർ. അതായത് ദൈവത്തിൻ്റെ പ്രവാചകന്മാരെയെല്ലാം പീഡിപ്പിച്ചതിൻ്റെയാണ് പറയുന്നതെല്ലാം. അവസാനം തീരുന്ന എൻ്റെ പുത്രനെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ അവരെ ബഹുമാനിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് കൃഷിക്കാരൻ പുത്രനെ വിട്ടു. വളരെ കറക്റ്റല്ലേ ആരാ പുത്രൻ എന്നുള്ള കാര്യം? ദൈവപുത്രന് മനുഷ്യാവതാരം ചെയ്ത കാര്യമല്ലേ എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ അവരെ ബഹുമാനിക്ക് പറഞ്ഞതിന് പകരം എന്ത് ചെയ്തു? ഇവനാണ് അവകാശി, അതുകൊണ്ട് ഇവനെ നമുക്ക് തട്ടിക്കളയാമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ തട്ടിക്കളയുന്നതാണ് നമുക്ക് കഴിയുന്നത്. തട്ടിപ്പുറത്ത് കളയുന്നതല്ലേ. കാരണം കർത്താവിൻ്റെ ഉപമയെന്ന് പറഞ്ഞാൽ പവർഫുള്ളാണ്. ഒരിക്കലും അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ച് നമ്മൾ എതിലേ പോയാലും ഒരിടത്തും തീരുകയില്ല. കാരണം ഏത് ഭാഗം എടുത്ത് നോക്കിയാലും നമ്മെ കൂടുതൽ ധ്യാനിപ്പിക്കാൻ പ്രേരകമായ സംഗതിയാണ്. ഇത് നമുക്കിട്ടൊക്കെ കൊള്ളുന്ന സംഗതിയാണ്. മുന്തിരിത്തോപ്പം നമ്മൾ തന്നെയാണ്. അത് തമ്പുരാൻ്റെ മുന്തിരിത്തോപ്പാണ്. നമ്മളാണ് കർത്താവിൻ്റെ വയലാണ്. അവിടുന്ന് ഫലം പുറപ്പെടുവിക്കേണ്ടതാണ്. എന്ത് ഫലമാണ് കർത്താവ് പ്രതീക്ഷിച്ചത്? മനോഹരമായ ഫലം. മറ്റൊരു
യെശയ്യായുടെ പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിൽ ആരംഭത്തിൽ മറ്റൊന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ പ്രിയൻ്റെ മുന്തിരിത്തോപ്പ് വെച്ച് പിടിപ്പിച്ചു ഞാൻ കാത്തിരുന്നു, വളവും കൊടുത്തു, വെള്ളവും കൊടുത്തു, എല്ലാം മനോഹരമായി കാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ കാട്ടുമുന്തിരിപ്പഴമാണ് അത് പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് തന്നെ ഉപമ ചോദിക്കാം, ഈ കൃഷിക്കാരൻ എന്ത് ചെയ്യും? അതിനെ വെട്ടി നിരത്തും, ഇല്ലാണ്ടാക്കും എന്ന് പറഞ്ഞാൽ നമ്മളായി നമ്മുടെ മുന്തിരിത്തോപ്പിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താ? നന്മയുടെ ഫലങ്ങൾ, സ്നേഹത്തിൻ്റെ ഫലങ്ങൾ, കരുണയുടെ ഫലങ്ങൾ, പരസ്പര സഹായത്തിൻ്റെ സഹകരണത്തിൻ്റെ ഫലങ്ങൾ. അത് പുറപ്പെടുവിക്കാൻ ഇരുന്നാൽ കർത്താവ് തിരിച്ചടിക്കുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അവബോധം ഉണ്ടാകേണ്ടതാണ്. ഒരു ജീവിതം നമുക്ക് നൽകിയില്ലേ? ആ ജീവിതത്തിലുള്ളതെല്ലാം ആരുടേതാണ്? നമ്മുടേതല്ലല്ലോ. നമുക്ക് ഈ നൽകപ്പെട്ടതൊക്കെ ആരുടേതാണ്? നമ്മുടെ സ്വന്തം ശരീരം തന്നെ ആരുടേതാണ്? നമ്മൾ വല്ലതും ഇവിടെ നമ്മൾ അവകാശപ്പെട്ടതാണോ? ഇല്ലല്ലോ. നമുക്ക് നൽകപ്പെടുകയും ബുദ്ധിയും ശക്തിയും നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രതിഭാസം, നമ്മുടെ ഭാവനയും നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയുന്നതൊക്കെ ആരുടേതാണ്? കർത്താവ് നമുക്ക് നൽകിയതല്ലേ. അതിങ്ങോട്ട് നൽകിയിട്ട് അതിൻ്റെ കൂടെ നമുക്കുള്ള പശ്ചാത്തലം ഒരുക്കി തന്നില്ലേ? ആ ജനിച്ച സാഹചര്യം തന്നില്ലേ? മാതാപിതാക്കളെ തന്നില്ലേ? ചുറ്റുപാട് എന്തെല്ലാം തന്നു? ഒരുപാട് കാര്യങ്ങൾ തന്നില്ലേ? ഇതെല്ലാം തന്നിട്ട് നമ്മൾ എന്ത് നന്മയാണ് പുറപ്പെടുവിച്ചത്? സ്വാർത്ഥപരമായുള്ള രീതിയിൽ നമ്മൾ നീങ്ങിയതെങ്കിൽ നമ്മൾ കാട്ടുമുന്തിരിപ്പഴങ്ങളാണ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. അതുതന്നെ കർത്താവിൻ്റെ ഉപമകൾ ഓരോന്നെടുത്ത് നോക്കിയേ. ആ ഉപമ പോലെ തന്നെയാണിത്. മുടിയനായ പുത്രൻ്റെ ഉപമ എത്ര പവർഫുൾ ഉപമയാണ്. എത്രമാത്രം ധ്യാനിച്ചാലും എത്ര പ്രാവശ്യം വായിച്ചാലും പുതിയ ഉൾക്കാഴ്ചകൾ വരുന്ന ഒരു സംഗതിയാണ്. ആ മുടിയനായ പുത്രൻ നമ്മൾ ഇന്ന് പറയുന്നത്, അതായത് പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ധൂർത്തനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു വരിക. അപ്പം ദൈവത്തിൻ്റെ സ്നേഹം, തമ്പുരാൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്ന അപ്പൻ. മക്കൾ എന്തെല്ലാം ചെയ്യാനും എന്തെല്ലാം പ്രവർത്തിച്ചാലും തെറ്റിനെ അത് തിരുത്തിക്കൊണ്ട് കാത്തിരിക്കുന്ന വാമോനെ എന്നും പറഞ്ഞിരിക്കുന്ന അപ്പനാണ് ദൈവമെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അവിടെ. ദൈവമെന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വെറും പ്രത്യയ ശാസ്ത്രമല്ല, ആശയമല്ല, ഒരു വ്യക്തിയാണ്. അതാണ് ഈശോയായിട്ട് വന്നിരിക്കുന്നത്. അത് മുഴുവൻ കരുണയാണ്, അത് മുഴുവൻ സ്നേഹമാണ്, അത് മുഴുവൻ നമുക്ക് വേണ്ടി പാപപരിഹാരാർത്ഥം തന്നെ നൽകിയതാണ്. അതല്ലേ വന്നിരിക്കുന്നത്. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി തന്നെ നൽകി ജീവരക്തം നൽകുവാനും വേണ്ടിയിട്ടാണ്, മോചനദ്രവ്യം നൽകാൻ വേണ്ടിയിട്ടാണ്. ആ സ്നേഹത്തെയാണ് തള്ളിക്കളഞ്ഞിട്ട് ആ രണ്ടാമത്തെ പുത്രനെ ദൂരയാത്രയ്ക്ക് പോയി മുഴുവൻ നശിപ്പിച്ച് എല്ലാം തീർത്ത്. വാസ്തവത്തിൽ ഇന്ന് നമുക്ക് വളരെ ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. ഇന്നത്തെ തലമുറയെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. എങ്ങോട്ടായി പോക്ക്? ഈ ഡ്രഗ് അഡിക്ഷൻ്റെ പാതയിലൂടെ. എങ്ങോട്ടായി പോക്ക്? ഈ ലൈംഗിക അരാജകത്തിൻ്റെ പാതയിലൂടെ. എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഈവനിങ്ങിലും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവസാനം ചെന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഇവനെങ്ങനെയോ മാനസാന്തരപ്പെട്ട ഈശോയുടെ ഉപമയാണ്. അവൻ ഞാൻ എണീറ്റ് എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോവും. ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു വാക്യമാണ്, ഞാൻ എണീറ്റ് എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകും എന്നുള്ള സുന്ദരമായ വചനം നമ്മുടെ ഹൃദയത്തിലേക്കും പതിയുന്ന സംഗതിയില്ലേ. ഞാൻ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ എണീറ്റ് പോകേണ്ടതല്ലേ? ഞാൻ ഇപ്പോൾ ഒരുപാട് തിരക്കിനിടയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെടിതീരുന്ന പോലെ പറയുന്നില്ലേ, കുഴഞ്ഞു വീണ് മരിക്കുന്നു, അവിടെ മരിക്കുന്നു, ഇവിടെ മരിക്കുന്നു. നമുക്ക് എവിടെയാണ് ഒരു സമയം ഇരിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കാനും പ്രതികരിക്കാനും? നമുക്ക് അങ്ങനെ പരിശീലിക്കപ്പെട്ട് വന്നവരല്ലേ നമ്മൾ. പിന്നെ ഇങ്ങനെ വന്നത് വലിയ തിരക്കും നമ്മുടെ ഭൗതികമായ വലിയ ദാഹവും അതിൻ്റെ വളർച്ചയുടെയും ഫലമായിട്ടല്ലേ ഇതിനൊന്നും നേരമില്ലാത്തത്. ദേവാലയത്തിൽ പോകാനോ ദേവാലയത്തിൽ പങ്കെടുക്കാനോ ഒന്നും സമയമില്ല നമുക്ക്. ആ സമയം കൂടി നമ്മൾ എന്തെല്ലാം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക. ആ സമയത്ത് എന്താ സംഭവിക്കുന്ന? മക്കളുടെ ഹൃദയം ശൂന്യമായിട്ട് പോവുകയും അവരെങ്ങോട്ട് പോകുന്നു? തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ ജീവിതം അവരെ സ്വാധീനിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇളയ പുത്രൻ എന്ന് പറയുന്നത് ഇന്നത്തെ പയ്യൻ തന്നെയാണ്, ഇന്നത്തെ കൊച്ചനാണ്. പക്ഷേ അവനിൽ മാറ്റം വന്നു. ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് പോകുന്ന തോന്നി. ഇത് നമ്മുടെ മക്കൾക്ക് തോന്നുമോ? ഒരു മാനസാന്തരത്തിന് വിളി. ഇപ്പോൾ മക്കളെ പഠിപ്പിച്ച് ദൂരരാജ്യങ്ങളിലേക്ക് വിടുകയല്ലേ. മറ്റൊന്നൊരു ജീവിത മൂല്യം, ജീവിത രീതികളുള്ള രാജ്യങ്ങളാണ് മറ്റു രാജ്യങ്ങളെന്ന് പറയും. നമ്മുടേതായ രീതികളല്ല, വ്യത്യസ്തമായ രീതികളാണ്. അങ്ങനെ വരുമ്പോൾ അവിടെയൊക്കെ ചെന്ന് അവരോടുകൂടി ചേർന്നുകൊണ്ട് ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ നിഷേധിച്ചിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് നമ്മുടെ അവസാനം എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് ചില സാഹചര്യങ്ങളൊക്കെ ചില കേസുകളൊക്കെ വന്നപ്പോഴത്തേ ഓർക്കുക. വളരെ കാര്യമായിട്ടൊരു കൊച്ചിനെ പഠിപ്പിച്ച് വലുതാക്കി അവനെ മിടുക്കനാക്കി അമേരിക്കയിൽ പോയി. അമേരിക്കയ്ക്ക് 32 വയസ്സ് പ്രായമാകുമ്പോൾ മാതാപിതാക്കൾ കല്യാണം ആലോചിക്കുക. ഇവിടെ കല്യാണം ആലോചിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ എഴുത്തൊന്നും എല്ലാം നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തെ ഇവിടെ ആപ്പാടെ വെപ്രാളമായി. എന്നാ സംഭവിക്കുന്നത് അറിയാൻ പാടില്ല. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ എഴുതി ഇങ്ങോട്ട്. എന്താ എഴുതിയത്? കൃത്യമായിട്ട് നടന്ന കാര്യമായി പറയുന്നത്. അവൻ എഴുതി മാതാപിതാക്കൾക്ക്, നിങ്ങൾ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കേണ്ട. ഞാൻ ഒരു സ്വർഗ അനുഭാവിയാണ്. എൻ്റെ കൂടെ ഒരു പാർട്ട്ണറുണ്ട്. അവനെ പോറ്റാൻ പോലും എനിക്ക് പണം തികയുന്നില്ല. അതുകൊണ്ട് എനിക്കിനി ഒന്നും തന്നെ നിങ്ങൾക്ക് അയച്ചു തരാനില്ല.
ചങ്കുപൊട്ടുവോ മാതാപിതാക്കൾക്ക്. പാവപ്പെട്ട വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് മിടുക്കനായ എല്ലാ തലങ്ങളിലും ഷൈൻ ചെയ്തിരുന്ന പയ്യൻ, സഭയുടെ മണ്ഡലത്തിലും അതിമനോഹരമായ രീതിയിൽ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിച്ച പയ്യൻ. ഇവിടെ ആയിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലാത്തവൻ മറ്റൊരു ജീവിത സാഹചര്യത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പെട്ടുപോയത് കണ്ടില്ലേ? പെട്ടുപോയി. ഇങ്ങനെ കുറേ ഏറെ ആളുകളുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. കല്യാണം വേണ്ട, ഒന്നും വേണ്ട, വിവാഹമേ വേണ്ട, പ്രസവിക്കാൻ തയ്യാറല്ലാത്ത കുഞ്ഞുങ്ങളെ വേണ്ട. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ ആ ഒരു മൂല്യബോധത്തിലേക്ക് ചെന്ന് ചാടിക്കഴിയുമ്പോഴുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഇവിടെ കൊണ്ട് ഈ ഉപമകളെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഇത്രയും പറഞ്ഞത്. ഏതായാലും ഉണ്ട് ഇവിടെ സംഭവിക്കുന്നത്, ദാവീദിൻ്റെ അടുത്തേക്ക് വന്ന് ഈ കൃത്യമായിട്ട് പ്രധാന ന്യായാധിപനാണ് രാജാവും. അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ വിധി പ്രസ്താവിച്ചു കഴിയും. അപ്പോൾ തൻ്റെ സ്വന്തം രാജ്യത്താണോ നടക്കുന്നത് ചിന്തിച്ച്, അതുകൊണ്ട് എന്താ വികാരത്തെ ഉദ്ദീപിക്കുന്ന രീതിയിൽ ആവിഷ്കരിച്ച് വെച്ചിരിക്കുന്നത്. രാജാവ് ഇളകിയത് അതുകൊണ്ടാണ്. തൻ്റെ രാജ്യത്ത് നടക്കുമോ? അതുകൊണ്ട് എന്നാ ചെയ്തു? രണ്ട് മനുഷ്യരുടെ കാര്യം പറയുന്നു. രണ്ട് മനുഷ്യർ നമ്മുടെ പ്രതിനിധികളാണ്. ഒരാൾ വലിയ ധനാട്ടിനും സമ്പത്തുള്ളവനും സൗകര്യമുള്ളവനും എല്ലാവരും ഉള്ളവനാണ്. അവൻ മറ്റാരെയും പരിഗണിക്കുന്നില്ല. നമ്മൾ നോക്കണേ, ധനവാന്മാർ ഓർത്തുകൊള്ളുവിൻ, ധനം ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. ധനം മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണെന്നുള്ള ചിന്തയുണ്ടാകും. പാവപ്പെട്ടവനെ ഉപദ്രവിക്കാനും അവനെ മെക്കിട്ട് കയറാനും ഒരു ധനവാനും പോകാൻ ഇടയാവരുത്. പോയാലും നാശമായിരിക്കും ഫലം. കാരണം കർത്താവ് അവൻ്റെ കൂടെയുണ്ട്, അവൻ്റെ കൂടെ ഉണ്ടാവും. ഇതുകൊണ്ട് അവനെ കേട്ട് അവൻ ആളില്ല, അവന് ബലമില്ല, അവന് രാഷ്ട്രീയ ശക്തിയില്ല, അവന് അധികാരമില്ല, ബന്ധുജനമില്ല, അവന് വിദ്യാഭ്യാസം പറഞ്ഞ് അവനോട് ചവിട്ടാമെന്ന് വിചാരിച്ചാൽ നമ്മൾ തിരിച്ച് ചവിട്ട് കൊള്ളുന്നത് കർത്താവിൽ നിന്നായിരിക്കുമെന്ന കാര്യം ഓർക്കുന്നത് നല്ലതാണ്. അപ്പം ആ മനുഷ്യൻ നീ തന്നെ. അപ്പം അതുകൊണ്ട് എന്തൊക്കെയാണ് പറഞ്ഞു വന്നിരിക്കുന്നത്? എല്ലാ സ്വത്തും നീ അവിടെ പറയുക വീണ്ടും, നിനക്കിനിയും ഇല്ലായിരുന്നു, ഇനിയും ഞാൻ തരുമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വാചകം അതിനകത്തുണ്ട്. ഇതുകൊണ്ട് നിനക്ക് തൃപ്തിയായില്ലായിരുന്നുവെങ്കിൽ നിനക്കിനിയും തരുമായിരുന്നു. എന്തിനു നീ കൽപ്പന ലംഘിക്കാൻ പോയി? എന്തുകൊണ്ട് ദൈവകൽപ്പനയെ നീ പുച്ഛിച്ചു? ഇന്നും തരുമായിരുന്നു പറഞ്ഞാൽ എന്താണ്? നിനക്കിപ്പോൾ ഇത്രമാത്രം ഉപനാരികളുണ്ട്, ഇത്ര സമ്പത്തുണ്ട്, രാജകൊട്ടാര സമ്പത്തുണ്ട്, ഇതൊക്കെ ഇനിയും നിന്നിട്ട് മതിയായില്ലെങ്കിൽ നിനക്ക് തരുമായിരുന്നു എന്നാ പറയുന്നത്. അതുകൊണ്ട് തിന്ന് കുടിച്ച് ഉറങ്ങി എന്ന് പറയുമ്പം ആ ആട് തിന്ന് കുടിച്ച ഈ പറയുന്ന അതിൻ്റെ ഉറവത്തിന് വേണ്ടി ഉറങ്ങി എന്ന് പറയുമ്പോൾ പ്രതിഫലിക്കുന്നത് ആരെയാണ്? ബത്ശേബ ഊറിയ ബന്ധത്തെയാണ്. അവരത്രമാത്രം നല്ല ദമ്പതിമാരായിരുന്നു എന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് ബത്ശേബയുടെ വിവാഹബന്ധത്തെയാണ് ഈ ആടിൻ്റെ ഉപമയിലൂടെ പ്രതിഫലിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കണം. അവർ അന്യരെ ദ്രോഹിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, കർത്താവ് അവൻ്റെ കൂടെയാണ്, നമ്മുടെ കൂടെയല്ല. നമ്മളെ ധനവും ഒക്കെ ഒരു വിലയില്ലാത്തതായിട്ട് പോകും. നമ്മുടെ മുഷ്കരത്വവും നമ്മുടെ വലിയ അധികാരവും നമ്മുടെ എല്ലാ ബന്ധങ്ങളും നമ്മുടെ സ്വാധീനങ്ങളും ഒന്നും ഒരു വിലയുമില്ലാതെ പോകും. അതുകൊണ്ട് കരുണ കാണിക്കാൻ തയ്യാറാകണം. ഇവിടെ യാത്രക്കാരൻ കടന്നു വന്നിരിക്കുന്ന യാത്രക്കാരെന്ന് പറയുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ഉലാത്തുന്നവെന്നാണ്. വാസ്തവത്തിൽ നോക്കിയ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ദാവീദ് എപ്പോഴാണ് പരാജയപ്പെട്ടത്? ഉലാത്തിയപ്പോഴാണ്. ഇപ്പോൾ ഉലാത്തുന്നവൻ കടന്നു വന്നു എന്ന് പറയുമ്പോൾ അത് ഇതുമായിട്ട് താരതമ്യം ചെയ്യാം. അന്ന് മട്ടുപ്പാവില ഒരേ പദം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഒന്നിനെ കൊന്നിട്ട് അതിനെ വിരുന്നൊരുക്കാനായിട്ട് തയ്യാറായപ്പോൾ എന്തുകൊണ്ട് അവർ വെച്ച് അവൻ്റെ ആടിനോട് കരുണയുണ്ടായി കാണും? നൂറുകണക്കിന് ആടുമാടുള്ളതിനോട് അതിനോട് ഇവന് കരുണയുണ്ടായി കാണും. അതേസമയത്ത് അയൽക്കാരൻ്റെ ഒറ്റയാടിനുള്ള കരുണ കാണിക്കാൻ പറ്റാണ്ട് വരുന്നു. അപ്പം നമ്മുടെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായ രീതിയിൽ സംരക്ഷണം, നമ്മുടെ ബന്ധപ്പെട്ടവർ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വരുമ്പോഴത്തേക്കും അതിഭയങ്കരമായ സംരക്ഷണം ഉതിർക്കുമ്പോൾ നമ്മുടെ സമീപത്ത് കിടക്കുന്ന പാവപ്പെട്ടവന് ഭയങ്കരമായ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാനോ അവനോട് കരുണ കാണിക്കാനോ അവൻ്റെ ചികിത്സാ സഹായത്തിന് ഒന്ന് കൈനീട്ടി കൊടുക്കാനോ അവൻ്റെ മക്കൾ കണ്ണുനീരോടുകൂടി പഠിച്ചു വരുമ്പോൾ അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ഒക്കെ തയ്യാറായില്ല എങ്കിൽ നമ്മുടെയും അവസ്ഥ ഇതുതന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ബലമായിട്ട് പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബലമായിട്ട് പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ ആടിനെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് അവന് ഇഷ്ടമില്ലായിരുന്നു. ഇതെന്താ ബലമായിട്ട് പിടിച്ചുകൊണ്ട്? കാരണം രാജാധികാരം ഉപയോഗിച്ചുകൊണ്ട് ബത്ശേബയെ കൊണ്ടുപോയതിനെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഒരു ക്രൂരമായ അതിക്രമമാണ് നടന്നിരിക്കുന്നത്. വികാരവിക്ഷോഭം കൊണ്ട് ദാവീദ് പെട്ടെന്ന് എടുത്തുചാടി വിധി പ്രഖ്യാപിച്ചപ്പോൾ ആണയിട്ടു. ദൈവനാമത്തിൽ ആണയിട്ട്. അതായത് തീർച്ചയായിട്ടും ആ മനുഷ്യൻ മരണത്തിന് അർഹനാണെന്ന് ദൈവനാമത്തിലായി പറയുന്നതെന്ന് ഓർക്കണം. അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ ആണയിടയിലും നമ്മൾ സത്യം പറഞ്ഞാലൊക്കെ ഉള്ളിൻ്റെ ശുദ്ധിയോടുകൂടിയാണോ? ഹൃദയശുദ്ധിയുള്ളവൻ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ നമ്മൾ എടുത്തുചായിട്ടുണ്ടാവില്ല. അവൻ ദൈവത്തെ കാണുന്നവനാണ്. അപ്പോൾ അതുകൊണ്ട് എടുത്തു ചാടി ആണയിട്ട് ദൈവനാമത്തിൽ എടുത്തു പറയാം അവൻ മരണശിക്ഷയ്ക്കും അർഹനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരാടിനെ കൊന്നതൊന്നും നിയമാവർത്തന പുസ്തകത്തിൻ്റെ നിയമം അനുസരിച്ച് മരണശിക്ഷ കിട്ടുന്ന കാര്യമൊന്നുമല്ല.
അത് ഒന്നിന് പകരം 4 തിരിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് എടുത്തുചാടി മരണശിക്ഷയ്ക്ക് പ്രഖ്യാപിക്കണമെങ്കിൽ വികാരവിക്ഷോഭിതനായി അത് സഹിക്കാൻ പറ്റിയില്ല, എൻ്റെ രാജ്യത്ത് ഇങ്ങനെ സംഭവിക്കുന്നു വിചാരിച്ചുകൊണ്ട് കുറ്റബോധമുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ നീതിബോധത്തിലേക്ക് അങ്ങനെ കടന്നു വന്നു. അപ്പോൾ നാഥൻ വ്യാഖ്യാനിച്ച് കൊടുത്തു, ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വലിയ മാറ്റം വ്യാഖ്യാനത്തിലുണ്ട്. ഹൃദയത്തെ ഉരുക്കി, അങ്ങനെയാണ് വചനം സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ ഉപമയിലൂടെ ഹൃദയത്തെ ഉരുക്കി. എന്തുകൊണ്ടാണ് നമ്മൾ ഈ വചനം എന്ന് ഞായറാഴ്ചയിൽ കേൾക്കുന്നതല്ലേ, എന്ന് എന്ത് ചെയ്യും ഫലം പുറപ്പെടുവിക്കാത്തത്? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമല്ല. എല്ലാ ഞായറാഴ്ചയും ദേവാലയത്തിൽ വന്ന് 4 വായനകൾ ദൈവവചനമാണത്. ആ വചനം എന്ത് ഫലം നമ്മൾ പുറപ്പെടുവിക്കേണ്ടത്? ഹൃദയം ഒരുങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഒരുക്കപ്പെട്ട ഹൃദയത്തിലേക്കാണ് വിതയ്ക്കപ്പെട്ട വചനം വീഴുന്നതെങ്കിൽ അത് 100 മേനയും 60 മേനയും ഫലം പുറപ്പെടുവിക്കും. നമ്മുടെ ആരാധന അനുഭവത്തെ ഒന്നുകൂടെ പുതുക്കിയെടുക്കേണ്ടതാണ്. നമ്മുടെ ആരാധന അനുഭവം ഒരു ചടങ്ങായിട്ടൊക്കെ പോകുന്നു. എന്തൊരു ആഘോഷങ്ങളും ആഡംബരങ്ങളൊക്കെ നമുക്ക് നടന്നുകൊണ്ടിരിക്കും. വേണ്ടാന്ന് പറയൽ, ആഘോഷങ്ങളൊക്കെ വേണം, അത്യാവശ്യമായ കാര്യങ്ങൾ. അതൊരു സമൂഹ ജീവിതം, സമൂഹത്തിൻ്റെ ജീവിതത്തിലൊക്കെ കുട്ടികൾക്കൊക്കെ ഉണർവുണ്ടാകണമെങ്കിൽ നല്ല ഉണർന്നുള്ള പെരുന്നാളുകൾക്ക് വേണം. അതിരമ്പള്ളി തിരുനാൾ വരിക. ആ പ്രദേശത്തെ ജനത്തിന്, അവിടുത്തെ ക്രൈസ്തവർക്ക് മാത്രമൊന്നുമല്ല, മറ്റുള്ള എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപോലെ സന്തോഷമുള്ളൊരു കാര്യമാണ് അതിരമ്പള്ളി പെരുന്നാൾ. അതുപോലെ തിരുനാൾ ധാരാളമുണ്ട്. അതിനകത്ത് എന്തുമാത്രം സ്ട്രെയിൻ എടുത്താണ് ഈ ആഡംബരങ്ങൾ ക്രമീകരിക്കുന്നത്, ഒക്കെ നല്ലത് തന്നെയാണ്. അതേസമയത്ത് തുടരെ ദേവാലയത്തിൽ ദൈവബലിയുണ്ട്, തുടരെ ദൈവബലിയുണ്ട്, തുടരെ വചനപ്രഘോഷണമുണ്ട്. കുറഞ്ഞതൊരു 10 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് അതിരപ്പള്ളി ദേവാലയത്തിൽ അന്ത്യവസാനം നിരന്തരം ബലിയുണ്ട്. ആ സമയത്ത് അവിടെ പോയിരുന്നു കൊണ്ട് ഹൃദയത്തിൻ്റെ അതിൻ്റെ ഉള്ളറ തുറന്നിട്ട് ആ വചനം കേട്ടിട്ട് അതിനനുസൃതമായി ജീവിതത്തിൻ്റെ പുതുക്കലിന് തയ്യാറാകുന്നില്ല എങ്കിൽ തിരുനാളാചരണം കൊണ്ടെന്ത് പ്രയോജനം? നമ്മുടെ അനുഷ്ഠാനങ്ങൾ നമ്മൾ വീണ്ടും നവീകരിക്കേണ്ടതല്ലേ? കർത്താവ് നടുവിൽ നിന്നില്ലെങ്കിൽ ഇതിനൊക്കെ എന്തർത്ഥം? ഈശോ നടുവിൽ നിന്ന് നിൽക്കാതെ മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോകുന്നത്. പതറിപ്പോയി, നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോയി. സഭയ്ക്ക് എതിരെ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മൾ തന്നെയാണ്, മറ്റാരുമൊന്നുമല്ല. വിശ്വാസത്തിൻ്റെ വൈകല്യം, അതിൻ്റെ വികലതയുമാണ് വാസ്തവത്തിൽ നമ്മൾ തന്നെ ആളുകളെ എതിർക്കുള്ളവരായി, സഭയെ എതിർക്കുന്നവരാക്കി മാറ്റി മറിക്കുന്നത്. യുക്തിബോധത്തോടെ ആളുകൾ ചിന്തിക്കുമ്പം ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്? ഇവരെല്ലാ ദിവസവും പള്ളിയിലേക്കൊക്കെ പോകുന്നത് കാണാം. ഭാര്യയും പോവും, ഭർത്താവും പോവും. എന്നിട്ട് ഇതെല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് തിരിച്ചു വന്നിട്ട് അയൽവക്കക്കാരന് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളിനെതിരെ കേസ് കൊടുക്കുക. എന്തിനാ? 1/2 സെൻറ്റ് സ്ഥലത്തിന് അല്ലെങ്കിൽ വഴി വീതി കൂട്ടാഞ്ഞിട്ട്, അല്ലെങ്കിൽ കൂട്ടിയിട്ട് 1 സെൻറ്റ് ഒരല്പം പോലും വീതി കൊടുത്തതിന് അയൽവക്കക്കാരൻ്റെ വണ്ടി അവൻ്റെ വീട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷ കയറി ചെല്ലില്ലേ? അത് കൊടുക്കില്ല. അവനൊരു അറ്റാക്ക് വന്നാൽ എങ്ങനെ? എത്രയോ വഴികളിൽ, എത്രയോ വീടുകളിൽ ഇങ്ങനെ അവസ്ഥയുണ്ട്. നമ്മുടെ ആളുകൾ തന്നെ ഒരു വണ്ടി കയറി ചെല്ലാനുള്ള ഇട കൊടുക്കാതെ ആ മനുഷ്യർ ഹാർട്ട് അറ്റാക്ക് വന്നാൽ അവനെ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കും? സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് ചുമന്നുകൊണ്ട് പോകണം. അതിനുണ്ടോ നമുക്ക് അവിടെ? അപ്പം അവിടെയൊക്കെ ഒരു കരുണ കാണിക്കാത്തവൻ ഇവനിവിടുന്ന് കടന്നു പോകേണ്ട ചിന്ത ഉണ്ടാകേണ്ടതല്ലേ? വാസ്തവത്തിൽ നമ്മൾ ഹൃദയത്തിൻ്റെ നടുവിൽ ഈശോ ഉണ്ടെങ്കിൽ നമ്മോട് പറയില്ലേ, എടാ കൊടുക്ക വഴി അവൻ്റെ ജീവിതത്തിൽ അവന് തുറവി കിട്ടട്ടെ, അവന് സന്തോഷം കിട്ടട്ടെ, സമാധാനം കിട്ടട്ടെ. നീ മാത്രം വന്നാൽ മതി. നിൻ്റെ വീട്ടിലേക്ക് 4 വശത്തൊന്നും വഴി, എല്ലാ സൗകര്യങ്ങളും. പക്ഷേ ഈ പാവപ്പെട്ടവനെ അവൻ്റെ ജീവിതത്തിൽ എന്താ? അതിൻ്റെ പുറകെ താമസിക്കുന്ന നിൻ്റെ പറമ്പ് കൊണ്ട് സർവ്വതും അടച്ചു പൂട്ടിയിട്ട് അവന് പുറത്തേക്ക് കിടക്കാൻ നിവൃത്തിയില്ല. ഒരു നടവഴി മാത്രം. അവൻ്റെ വീട്ടിൽ അവൻ്റെ ഭാര്യയ്ക്ക് ഒരു അസുഖമുണ്ടായി അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആരാണ് ഉത്തരവാദി? നീ തന്നെയായിരിക്കും ഉത്തരവാദി. അങ്ങ് മരണപ്പെട്ടു പോയാൽ, ഹോസ്പിറ്റലിൽ തന്നെ മരണപ്പെട്ടു പോയാൽ നീ തന്നെയായിരിക്കും ഉത്തരവാദി. കൊലപാതകം ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹൃദയത്തിൻ്റെ നടുവിൽ ഈശോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഏത് അനുഷ്ഠാനങ്ങളും ഏത് ആചാരത്തിനും വില ഉണ്ടാവുകയുള്ളൂ, മൂല്യം ഉണ്ടാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള നവീകരണം സഭയിൽ നടക്കേണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് കർത്താവ് നേരിട്ട് ഇവിടെ ഇടപെടുകയാണ്. നേരിട്ട് കർത്താവ്, പ്രവാചകൻ പറയുന്നത് കർത്താവ് പറയുന്ന പോലെ കർത്താവ് മുഴുവൻ അധികാരം ഉപയോഗിച്ച് പറയുക, നേരിട്ട് ഇടപെടുക. അപ്പോൾ അയക്കപ്പെട്ടവന് അയച്ചവൻ്റെ അധികാരം ഉണ്ടാവുകയാണ്. അയക്കപ്പെട്ടവൻ നാഥാൻ പ്രവാചകനാണ്, പക്ഷേ അയച്ചത് ഈശോയാണ്. അയച്ചവൻ്റെ അധികാരത്തിലൂടെയും സംസാരിക്കുന്നത്. ഇപ്പോൾ മുഖം മൂടി പിച്ച് ചീന്തി അവിടെ പല ആളുകളുടെയും മുഖം മൂടിയാണ് ജീവിതത്തിൽ കാണുന്നത്. നല്ല ആ മനസ്സോ ഹൃദയമൊന്നുമല്ല, മുഖം മൂടി വെച്ച് നമ്മൾ നടക്കുക. ഇവിടെ ദാവീദിനെ മുഖം മൂടി പിച്ച് ചീന്തി, എന്താ ഇടുത്തി വെട്ടുന്ന പോലെ ഹൃദയത്തിലേക്ക് വചനം വന്ന് വീണത്. ദാവീദ് നല്ല മനുഷ്യനായതുകൊണ്ടാണ് ആ വചനത്തെ സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇടുത്തി പോലെ ഈ ദൈവവചനം വന്ന് വീണപ്പോൾ അതങ്ങ് വീണു, തകർന്ന് താടിയോട്ട് വീണു. കാഠിന്യം ഉണ്ടായിരുന്നില്ല. അത് കർത്താവിൻ്റെ അടുത്ത് നിന്ന് വളരെ കൃത്യമായി അദ്ദേഹം എടുത്തെടുത്ത് പറയുക, ഓർമ്മിപ്പിക്കുകയാണ്. ദാവീദിനെ ഒരുക്കുന്നതല്ലേ, ഓർമ്മിപ്പിക്കുക. ദൈവം തന്നെ പറയുക, നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു,
നിന്നെ ഞാൻ രാജാവായിട്ട് അഭിഷേകം ചെയ്തില്ല. നീ ആരായിരുന്നു? നീ വെറും ആട്ടിടയനല്ലായിരുന്നോ? നിന്നെ എത്ര പേര്? ആ 8 മക്കളിൽ 8ാമത്തെ അല്ലേ നീ? ബാക്കി 7 പേരും മിടുക്കന്മാരായിരുന്നു. എന്നിട്ട് നിന്നെ തന്നെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നല്ലേ നിന്നെ അഭിഷേകം ചെയ്തത്. അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നീ നിൻ്റെ സാവൂളിൻ്റെ ശത്രുതയിൽ നീ ഒളിച്ചോടി നടന്നില്ലേ? നീ ജീവനിൽ പേടിച്ച് ഭയപ്പെട്ട് നടന്നില്ലേ? ഭയപ്പെട്ട് നടന്നപ്പോൾ നിന്നെ സംരക്ഷിച്ചത് ഞാനല്ലേ? കർത്താവ് ചോദിക്കുക, ഞാനല്ലേ നിന്നെ സംരക്ഷിച്ചത്? അവിടെയൊക്കെ നീ അപകടത്തിൽപ്പെടാൻ രക്ഷിച്ചില്ലേ? അത് കഴിഞ്ഞ് നിനക്ക് അധികം രാജാധികാരം നൽകി നിന്നെ രാജഭരണത്തിലേക്ക് കൊണ്ടുവന്ന് ഞാൻ തന്നെയല്ലേ? നോക്കിക്കോ, അതിൻ്റെ പരിണതി ഫലം എന്താണ്? ഉടനെ ശിക്ഷ വിളിക്കുക. ഇപ്പം കഠിനമായ ശിക്ഷയാണ് പറയുന്നത്. അതായത് നീ ഇത് ചെയ്ത് രഹസ്യത്തിലാണെങ്കിൽ പരസ്യമായിട്ട് ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യുമെന്നാണ് ദൈവം തന്നെയാണ് പറയുന്നത്. നീ രഹസ്യത്തിൽ ചെയ്തെങ്കിൽ പരസ്യമായിട്ട് ആദ്യത്തെ ഓരോ ഭാഗങ്ങളെടുത്ത് പറയുക, ഓരോ ഭാഗങ്ങളെടുത്ത് കുറ്റപത്രം എടുത്ത് വെച്ചിരിക്കുക, തെറ്റിനെ എടുത്തെടുത്ത് പറയുക. എന്തെല്ലാം നീ ചെയ്തിരിക്കുന്നത്? നീ ആദ്യം വ്യഭിചാരം ചെയ്തു, എന്നാ പിടിച്ചു. നിൻ്റെ നാരിമാരും ഭാര്യമാരും ഉപനാരികളും പരസ്യമായിട്ട് വ്യഭിചരിക്കപ്പെടും. ഇത്ര കഠിനമായ ശിക്ഷയാണെന്ന് ആലോചിച്ച് നോക്കി. സൂര്യൻ കത്തിച്ചൊലിക്കുന്ന സമയത്ത് അത് നടക്കുന്ന നീ രഹസ്യമായിട്ട് ചെയ്ത് അതിൻ്റെ പരസ്യമായിട്ട് കുറ്റപ്പെടുത്തി പരസ്യമായിട്ട് അവഹേളിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള കാര്യം കർത്താവ് പ്രവാചകങ്ങളെ പറയുകയാണ്. അതുകൊണ്ട് നീ പലായനം ചെയ്യേണ്ടി വന്നില്ലേ? പലായനം ചെയ്യേണ്ടി വന്നപ്പോഴൊക്കെ നീ ആർക്കും അപകടത്തിൽപ്പെട്ടില്ല, ഞാനല്ലേ രക്ഷപ്പെടുത്തിയത്. അന്നേരം എന്ത് ഓർക്കാതിരുന്നത്? എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാൻ പാടില്ല എന്ന്. അതുകൊണ്ട് യജമാനൻ്റെ ആ ഭവനം നിനക്ക് തന്നില്ലേ? നിൻ്റെ യജമാനൻ്റെ ഭവനം. നിന്നെ കൊല്ലാൻ എത്ര പ്രാവശ്യം ശ്രമിച്ചു? ഭിത്തിയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് കുന്തെറിഞ്ഞില്ലേ സാവൂൾ നിന്നെ കൊല്ലാൻ വേണ്ടി? അവിടെയൊക്കെ ഞാൻ രക്ഷപ്പെടുത്തിയില്ലേ? അദ്ദേഹത്തിൻ്റെ പുത്രനായ യോനാത്തിനൂടെയല്ലേ ഞാൻ രക്ഷപ്പെടുത്തിയത്. എന്നുമാത്രം കാര്യങ്ങളിലാണ് എത്ര ഭംഗിയായ രീതിയിലാണ് നീ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നത്. രാജഭരണത്തിലേക്ക് നിനക്ക് വല്ല അവകാശമെല്ലാം ഉണ്ടായിരുന്നു. നിൻ്റെ അത് രാജവംശമേ ആയിരുന്നില്ല. നിന്നിൽ നിന്ന് രാജവംശം ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിച്ചു, വംശമേ ആയിരുന്നില്ല. എന്നിട്ട് നീ അങ്ങോട്ട് കടന്നു വന്നില്ലേ? ആ കൊട്ടാരത്തുണ്ടായിരുന്ന മുഴുവൻ നിനക്ക് തന്നു, എല്ലാ കാര്യങ്ങളും തന്നു, ദാസന്മാരെയും തന്നു, യജമാനന്മാരെല്ലാം തന്നു. അപ്പോൾ സാവൂളങ്ങ് വഴിമാറിയപ്പം നിനക്ക് ആ രാജകൊട്ടാരുന്ന രാജകീയ കസേര തന്നു. അതുകൊണ്ട് അന്നത്തെ നിയമം അനുസരിച്ചാണ് ഒരു രാജാവ് മരിച്ചാൽ പിന്നീട് ആ രാജാവ് മരിച്ചയാളിൻ്റെ എല്ലാം അന്തഃപുരത്തിൻ്റെ എല്ലാം അവകാശി പിന്നീട് വരുന്ന രാജാവിനാണ് ഉള്ളത്. അപ്പം നിനക്ക് തൃപ്തി അല്ലെങ്കിൽ ഇനിയും തരുമായിരുന്നു, പറഞ്ഞതുപോലെ ഇനിയും തരുമായിരുന്നു. പക്ഷേ നീ എന്ത് വചനത്തെ പുച്ഛിച്ചു. നീ ചെയ്ത തെറ്റുകൾ ഇതാണ്. നീ വചനത്തെ പുച്ഛിച്ചു, ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത് നീ ഒരു സ്ത്രീയെ അപമാനിച്ചു. മൂന്നാമത്തത് നീ ഒരാളിനെ കൊല്ലിച്ചു. അത് ഗൗരവമായ തെറ്റല്ല നിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുറ്റപത്രം വായിക്കുകയാണ് അവിടെ. നാഥാൻ പ്രവാചകൻ ഒരു ഭയവുമില്ലാതെ ദാവീദ് സമ്രാട്ടിൻ്റെ ചക്രവർത്തി മുമ്പിൽ കുറ്റപത്രം വായിക്കുകയാണ്. നീ വചനത്തെ പുച്ഛിച്ചു, നീ ഹിത്തിനായ ഊറിയായ വാളുകൊണ്ട് കൊല്ലിച്ചു, നീ അവൻ്റെ ഭാര്യയെ പിടിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത്, നീ എന്ന് പറയുന്നത് എപ്പോൾ മുഖത്ത് നോക്കി പറയുന്ന, ഹൃദയത്തിൻ്റെ കൊള്ളുന്ന നീ എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നീ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നീ അനുസരിച്ചില്ല. അതുകൊണ്ട് നീ അവജ്ഞയോടെ പെരുമാറി. 10 കൽപ്പന നീ ലംഘിച്ചില്ലേ? 10 കൽപ്പനപ്പെട്ടതല്ലേ ഇത്? വ്യഭിചാരം ചെയ്ത് കൊല്ലണമെന്നുള്ളത് അത് ലംഘിച്ചില്ലേ? അതുകൊണ്ട് എന്നാ ചെയ്തു? അത് ഒരിക്കലും മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ തെറ്റുകൾ ഒരിക്കലും മറഞ്ഞിരിക്കുകയില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറയുക, നിൻ്റെ കുടുംബത്തിൽ നിന്ന് വാൾ ഒരിക്കലും ഒഴിയുകയില്ല. വ്യക്തമായ ശിക്ഷയാണ്. ആലോചിച്ച് നോക്കിയ ആ ശിക്ഷയുടെ ഫലം എന്തായിരുന്നു? നിൻ്റെ കുടുംബത്തിൽ വാൾ ഒഴിയുകയില്ല. ഇത്രയാണ്. സ്വന്തം മകൻ തന്നെ അബ്സലോം, സ്വന്തം മകൻ തന്നെ അപ്പനെ ഇറക്കി വിട്ടു, അധികാരം പിടിച്ചെടുത്തു. പരസ്പരം മകൻ്റെ സൈന്യവുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. നോക്കണേ, എന്ത് ഭയങ്കരമായ ശിക്ഷയായിരുന്നുള്ളത്. അതുകൊണ്ട് ആനുപാതികമായ തെറ്റിൻ്റെ ആനുപാതിക ശിക്ഷയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. നമുക്ക് തോന്നുമ്പോൾ കഠിന ശിക്ഷയാണെന്ന് തോന്നും. പക്ഷേ ദൈവം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളിനെ ശിക്ഷിച്ചത്. അതുകൊണ്ട് കുറ്റാരോപണമാണ്, അതിൻ്റെ ശിക്ഷാവിധിയാണ്. നിൻ്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. കർത്താവ് അരുളി ചെയ്യുക. എന്നിട്ട് എന്നാ പറയുന്നത്? നീ എന്നാ ചെയ്തത്? നീ പാരമ്പര്യങ്ങളെ മുഴുവൻ തള്ളിക്കളഞ്ഞു, എല്ലാം തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ഞാൻ നിൻ്റെ ഭവനത്തിൽ നിന്ന് നിനക്ക് ഉപദ്രവമുണ്ടാകും, നിൻ്റെ കുടുംബത്തിൽ തന്നെ നിനക്ക് ഉപദ്രവം ഉണ്ടാകും. അതല്ലേ പിന്നെ സംഭവിച്ചതൊക്കെ? എത്രമാത്രം വേദനിച്ച ഒരു അപ്പനാണ് ദാവീദ്. ഈ മക്കൾ 4 പേര് എന്താ ചെയ്തത്? അമ്നോനും അബ്സലോമും ഒക്കെ ചെയ്തത് എന്താണ്? അവരെന്താ ചെയ്തത്? അവർ വാസ്തവത്തിൽ ഈ അപ്പൻ ചെയ്ത് തന്നെ പ്രവൃത്തി തന്നെ ചെയ്തു. അപ്പോൾ അത് കണ്ട് വേദനിക്കേണ്ടി വന്നില്ലേ? അപ്പോൾ നിൻ്റെ കുടുംബത്തിൽ നിന്ന് ഉപദ്രവം വരുത്തും, ഭവനത്തിൽ നിനക്ക് ഞാൻ തിന്മ വരുത്തും എന്ന് പറഞ്ഞിരിക്കുന്നത്. നിൻ്റെ ഭവനത്തിൽ നിന്ന് നിനക്ക് തിന്മ വരുത്തും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പം ചില കുടുംബങ്ങളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കുമ്പം ചില കരിസ്മാറ്റിക് പ്രീച്ചേഴ്സ് പോലും ഇങ്ങനെ കാരണവന്മാരുടെ അല്ലെങ്കിൽ പൂർവികരുടെ തെറ്റിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ പറയുന്നു എന്നത് മുഴുവനൊന്നും ശരിയല്ലെങ്കിലും
ഇതിന് തിരിച്ചടി എന്ന് പറയുന്നുണ്ടാവുകയില്ലേ? എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള തത്വത്തിൽ നാം പഠിച്ചിട്ടില്ല ഫിസിക്സിൽ തന്നെ. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ചെയ്യുന്ന തിന്മ പ്രവർത്തിക്ക് അതേ അക്ഷരത്തെ തിരിച്ചടിക്കില്ലേ? അപ്പനും അമ്മയും നോക്കാത്ത മകൻ അവൻ എന്ത് കേമനായാലെന്താ, അവൻ എന്തെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടായാലെന്താ, അവൻ എന്തെങ്കിലും ശമ്പളം ഉണ്ടായാലെന്താ, അവൻ എന്ത് മാന്യത ഉണ്ടായാലെന്താ, സ്വന്തം അപ്പനെന്ന് പറഞ്ഞ അമ്മയും അത് പരിലസിക്കാതെ പരിപോഷിപ്പിക്കാതെ അവരുടെ അവസാന പ്രായമാസങ്ങളിൽ ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞാൽ ഇതേ തിരിച്ചടി ഇവന് വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നത് നമ്മുടെ സമൂഹത്തിൽ. അതേ തിരിച്ചടി തന്നെ സ്വന്തം അപ്പനും അമ്മയും നോക്കാത്തവൻ അവൻ്റെ മക്കൾ വളർന്നു വരും അത് തന്നെ തിരിച്ചടി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നിൻ്റെ ഭവനത്തിൽ തന്നെ നിനക്ക് തിന്മ വരുത്തുമെന്ന് ദൈവം പറഞ്ഞപ്പം അതാണ് ഉടനെ സംഭവിക്കുക. അതായത് ഉടൻ തന്നെ സംഭവിക്കുക, അല്ലാതെ മാറ്റിവെച്ചൊന്നുമില്ല. ദാവീദിൻ്റെ കാലഘട്ടത്തിൽ തന്നെ സംഭവിക്കുന്നത് ഉടനെ സംഭവിച്ചു. എന്ത് ചെയ്തു? ഈ പറയുന്ന ഉപനാരിമാർ അപ്പനെ ഇറക്കി വിട്ടതിന് ശേഷം വലിയ ഭയങ്കര പന്തൽ കെട്ടിയിട്ട് പരസ്യമായിട്ട് അപമാനിക്കുക ചെയ്ത്. പുത്രൻ, അന്യനല്ല, പുത്രനെ അപമാനിച്ച് അബ്സലോം. അതാ ഓർക്കണം, തൻ്റെ ഏറ്റവും പ്രിയപുത്രനാം ഇവനെ കൊല്ലരുതെന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു. അവസാനം അവൻ മരണപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ പറഞ്ഞേ, ഓ അബ്സലോം ബിനി എന്ന് പറഞ്ഞ കരയും. ബിനി എന്ന് പറഞ്ഞാൽ എൻ്റെ പുത്ര എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുക. ആരാ? ഈ പുത്രൻ എന്നാ ചെയ്ത്? അപ്പനെ ഇറക്കി വിട്ട പുത്രൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ തരത്തിലും അപ്പോൾ അതിന് അടുത്തുള്ളവർ എന്ന് പറയുന്നത് അല്ല, സ്വപുത്രൻ തന്നെയാണ്. അടുത്തുള്ളവൻ തന്നെ നിനക്ക് ഉപദ്രവം എന്ന് പറഞ്ഞാൽ അടുത്തുള്ളവനല്ല, സ്വപുത്രൻ തന്നെ ഉപദ്രവം വരുത്തി. അതുകൊണ്ട് എത്ര പേരാ? അദോനിയ അഭിഷാഗീനെ സ്വന്തമാക്കാൻ ശ്രമിച്ചു. സ്വന്തം മകൻ തൻ്റെ ഉപനാരിയിൽ ഒരാളെ സ്വന്തമാക്കാൻ ശ്രമിച്ചു. അതാണ് അദോനിയ. ഒരു പുത്രൻ കണ്ടിലെ അപ്പൻ ചെയ്ത് പണി തന്നെ ചെയ്തു. വേറൊരു ചെയ്തു, അബ്നോൻ എന്ന് പറയുന്നവൻ എന്ത് ചെയ്തു? അവൻ അബ്സലോമിൻ്റെ സഹോദരിയെ അപമാനിച്ചു. രണ്ടുപേരും വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഒരു അപ്പൻ്റെ മക്കളായി പറയുന്നതൊക്കെ. അതുപോലെ അടുത്തയാൾ അബ്സലോം ഇതെല്ലാം വാളിനിരയായി. ഈ മക്കളെല്ലാം വാളിനിരയായി. ഇപ്പം നമ്മൾ ഒരിക്കൽ കൂടി ആ ഭാഗം ഒന്നുകൂടെ വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. തെറ്റിന് ശിക്ഷയുണ്ട്. നമ്മൾ എത്രമാത്രം സ്നേഹിക്കപ്പെട്ടാലും ദൈവത്തോളം കരുണയായാലും ഒരേ സമയം അവിടുന്ന് കരുണയും നീതിയുമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ശിക്ഷയെ ദാവീദ് എങ്ങനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. ദാവീദ് സ്വീകരിച്ചത് തമ്പുരാൻ്റെ കൃപയിൽ അംഗീകരിച്ചുകൊണ്ട് സ്വീകരിച്ചു. നിനക്കുണ്ടാകുന്ന പുത്രൻ തീർച്ചയായിട്ടും മരിക്കും എന്നുള്ള ശിക്ഷയുടെ ഒരു ഭാഗമായിരുന്നു. കൊച്ച് മരിക്കാതിരിക്കാൻ വേണ്ടി അത് ഉപവസിച്ചു. രാജകൊട്ടാരം മുഴുവൻ ഉപവസിച്ചു. കൊച്ചിന് കലശലായ അസുഖം വന്നു. ബത്ശേബയിലുള്ള ആദ്യത്തെ പുത്രന് കലശലായ അനുഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രാജാവ് ഉപവസിക്കൂ, ചാക്കിലും ചാരത്തിലും ഉപവസിക്കുക. ഇപ്പോൾ കൊട്ടാരം ഉപവസിച്ചു, പക്ഷേ കൊച്ചു മരിച്ചു. ഈ മരിച്ച ഒരു രാജാവ് പറയാൻ എല്ലാവർക്കും പേടി, ഭയം. പക്ഷേ രാജാവിന് ഊഹിച്ചെടുത്തു കൊച്ചു മരിച്ചുവെന്ന്. ഉടൻ തന്നെ രാജാവ് പോയി കുളിച്ചു. നല്ല ഭംഗിയായിട്ട് വേഷം ധരിച്ച് വന്നപ്പോൾ അവർക്ക് അത്ഭുതപ്പെട്ടു. ഇതെന്തൊരു കളിയാണ്, രാജാവിന് ഇത്രയും ഉപവാസം പ്രാർത്ഥനയും പിന്നിട്ടെൻ്റെ ഇപ്പോൾ ഇങ്ങനെ സന്തോഷവാനായിട്ട് വന്നിരിക്കുന്ന. രാജാവ് പറഞ്ഞേ, അതെനിക്ക് കിട്ടിയ ശിക്ഷയാണ്. ഇനി ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവനെ കണ്ടോളാം, അല്ലാതെ അവനെ നമുക്ക് തിരിച്ച് കിട്ടുകയില്ല എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പ്രതികരണം കണ്ടില്ലേ. പിന്നീടാണ് ഈ സോളമനൊക്കെ ബത്ശേബയിൽ ജനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന തിരിച്ചടികളെ സ്വീകരിച്ച വിധമാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമ്മുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ നമ്മുടെ ഭാഗത്തെ വീഴ്ച നമ്മുടെ കയ്യിലിരിപ്പിൻ്റെ ഫലമായിട്ടാണെന്ന് കൂടി നമ്മളത് അംഗീകരിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് കിട്ടുകയില്ലേ. അപ്പം അതുകൊണ്ട് ഈ ഭാഗം വീണ്ടും എടുത്ത് ധ്യാനിക്കാവുന്നതാണ്. എത്രമാത്രം ധ്യാനിച്ചാലും ശരി, പുതിയ പുതിയ ഉൾക്കാഴ്ചകൾ നമുക്കുണ്ടാകും. ഇന്നത്തെ കാലഘട്ടവുമായിട്ട് താരതമ്യം നോക്കുകയും ചെയ്യണം. ഇനി ഈ കാണുന്ന ബഹളമൊക്കെ എന്തൊരു ബഹളമാണ്. ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ഇതുപോലെ കുറ്റാരോപണനാക്കി അവൻ്റെ പുറകെ നടന്ന് അറസ്റ്റ് ചെയ്യാൻ ഒരു പരിപാടി നടന്നിട്ട് അവസാനം കൊണ്ട് രാത്രി പതിനെ കിടന്ന് ഉറങ്ങിയെടുത്ത് അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ അകത്താക്കി കസ്റ്റഡിയിലാക്കി ഈ കൊണ്ടുനടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് മാത്രം ഇരുന്നാൽ പോലെ വിലയിരുത്തുകയും കൂടി ചെയ്യണം. അതിൻ്റെ പിമ്പിലുള്ളവർക്ക് എന്തുമാത്രം കേമന്മാരാണ്, അവരെന്തുമാത്രം നീതിമാന്മാരാണ്. ഈ ചെയ്തിന് ഇറങ്ങിപ്പറപ്പെടുന്നവരൊക്കെ അവരുടെ സ്വഭാവം എന്തൊക്കെയാണ് എല്ലാവർക്കും അറിയാവുന്നല്ലേ. ഇവിടെ ഒരു ദൈവമുണ്ട് സഹോദര, നിന്നോട് ചോദിക്കാനൊരു ദൈവമുണ്ട്. ദൈവമുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം ദൈവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തിന്മയ്ക്കൊക്കെ പരിഹാരം കർത്താവ് തിരിച്ചടിക്കുമെന്നുള്ള ഒരു സംശയവുമില്ല. അപ്പോൾ ദൈവമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലോർത്തിരിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഭാഗത്ത് കൈകൂപ്പിന്നുണ്ട് അനുതാപത്തോടെ, എൻ്റെ ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പരിവർത്തനം നടത്തണമേ, ബന്ധപ്പെട്ടവരൊക്കെ അനുതാപത്തിൻ്റെ ചിന്ത കൊടുക്കണമേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എടുത്ത് കളയരുത്, സോപ്പാണ് തളിക്കണമേ എന്ന 51 സങ്കീർത്തനം വീണ്ടും എടുത്ത് വെച്ച് ധ്യാനിക്കാൻ നമുക്കിടയാകട്ടെ. കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.